നമസ്കാരം. തിരൂരുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് യാസർ മുത്തൂർ. അദ്ദേഹം പലപ്പോഴും പല വാർത്തകൾക്കുമായി മറുനാടനെ ബന്ധപ്പെടാറുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം എനിക്കൊരു ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നു, കേൾക്കുക. ഇത് നിലവില് മന്ത്രി എല്ലാരും മീറ്റർ ഇടണമെന്ന് പറയുന്നുണ്ടല്ലോ. ഈ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു തമാശയാണ്. നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ ഒരു ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് അവര് 100 രൂപന്റെ ബില്ല് തന്ന് ആ ബില്ല് നമ്മൾ നോക്കിയിട്ട് എന്താ നമ്മൾ ചെയ്യല്? ആ 100 രൂപ കൊടുക്കും. അപ്പൊ ആ ഹോട്ടലുകാർ പറയുകയാണെങ്കിൽ 100 രൂപ ബില്ലുള്ളത് പോരാ, നിങ്ങൾ കൂടുതലായിട്ട് ഒരു 100 രൂപ പാടെ തരണമെന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുക, ഏതെങ്കിലും ആൾ കൊടുക്കുക. അതാണ് മീറ്റർ. മീറ്ററിന് 1 കിലോമീറ്ററിന് 15 രൂപ മീറ്ററിൽ കാണിക്കുള്ളൂ. 1 കിലോമീറ്ററിന് നിയമപ്രകാരം ഞങ്ങൾക്ക് വാങ്ങാനുള്ള ചാർജ് 22.50 അപ്പൊ ഈ പറയുന്ന 10 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ 150 ഉറുപ്പ്യ മീറ്ററിൽ കാണിക്കും. നമുക്ക് വാങ്ങാനുള്ളതോ 225 രൂപ. ബാക്കി 75 രൂപയും പാടെ അങ്ങോട്ട് മീറ്ററിൽ ആൾക്കാർ ഇതിരുന്നിങ്ങനെ കാണാണ് 150. ബാക്കിലിരിക്കുന്ന ആൾക്കാർ കാണണ്ട മീറ്റർ ഓടണത് 150 ഇങ്ങനെ കാണുക. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ അത് പറ്റൂല, നിങ്ങൾ 225 വേണമെന്ന് പറഞ്ഞ യാത്രക്കാർ സമ്മതിക്കോ? ഞാനാണെങ്കിൽ സമ്മതിക്കോ? നിങ്ങളാണെങ്കിൽ സമ്മതിക്കോ? അങ്ങനെ ഒരു ഭൂലോക എന്താ പറയാ, ഒരു കളിയാക്കലാണ് ഇപ്പം ഇവര് ഈ മീറ്റർ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. മീറ്ററില് ഈ യഥാർത്ഥ ബില്ല് സെറ്റാക്കണം. ഏതൊരു സംഭവത്തിനും യഥാർത്ഥ ബില്ല് അത് ആ ഒരു ഓപ്ഷനിൽ ഉണ്ടായിരിക്കണം. എന്ത് സംഭവമായാലും അല്ല, അങ്ങനെ തന്നെ അല്ലാണ്ട് മീറ്റർ അങ്ങനല്ല. അതാണ് സംഭവം. ഇത് പറയാനൊന്നും ആരുമില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. ഗൗരവമേറിയൊരു വിഷയമായി എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാർ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം കൊടുക്കേണ്ട എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേശൻ പ്രഖ്യാപിച്ചത് കണ്ടപ്പോൾ ഇത് വളരെ ആവേശത്തോടുകൂടി പലരും ഏറ്റെടുക്കുന്നു. ഗണേഷ് കുമാറിന് കയ്യടി കൊടുക്കുന്നു. ഓട്ടോറിക്ഷക്കാർ മീറ്റർ ഇടാതെ ഓടിച്ചാൽ പണം കൊടുക്കണ്ട, ഇറങ്ങിപ്പോകാം, ഒന്നും ചോദിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷെ ഓട്ടോറിക്ഷക്കാർ മീറ്റർ ഇട്ടാൽ അവർക്ക് അർഹതപ്പെട്ട കൂലി കിട്ടില്ല. അതാണ് സത്യം. 2022 ഓട്ടോ കൂലി വർദ്ധിപ്പിച്ചത്. ഈ ഓട്ടോ കൂലി വർധന അനുസരിച്ച് 30 രൂപയാണ് മിനിമം കൂലി. 2 കിലോമീറ്റർ വരെ ഈ മിനിമം കൂലി ബാധകമാണ്. നേരത്തെ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ വരെ ബാധകമാക്കി. പിന്നെ ഓരോ കിലോമീറ്ററിനും 15 രൂപയും നഗരം വിട്ടുള്ള യാത്രയ്ക്ക് 50% അധികവുമാണ്. അതായത് ഓരോ കിലോമീറ്ററിനും 22 രൂപയാണ്. നൈറ്റ് ഓടണമെങ്കിൽ 50% ഈടാക്കാം. പക്ഷേ മീറ്ററിൽ വെച്ചിരിക്കുന്നത് കിലോമീറ്ററിന് 15 രൂപ എന്നാണ്. അതായത് ഒരാൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നു, മീറ്റർ വയ്ക്കുന്നു. മീറ്റർ വെച്ചില്ലെങ്കിൽ പൈസ കൊടുക്കണം. മീറ്റർ വയ്ക്കുന്നു. മീറ്റർ വെച്ച് മുമ്പോട്ട് ഓടിക്കൊണ്ട് പോകുമ്പോൾ 22 രൂപയ്ക്ക് പകരം 15 രൂപയാണ് കാണിക്കുന്നത്. ഈ 15 രൂപ വെച്ച് കാണിക്കുന്ന തുകയല്ലേ യാത്രക്കാരൻ കൊടുക്കൂ. അവനോട് അതല്ല, ഇതിന്റെ പകുതി കൂടി വേണമെന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ അംഗീകരിക്കുമോ? ഇതാണ് അദ്ദേഹം ഹോട്ടലിലെ ഊണിന്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത്. ഇത് വളരെ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. എനിക്ക് ഏറ്റവും സിമ്പതിയുള്ള ഒരു വിഭാഗമാണ് ഓട്ടോറിക്ഷക്കാർ. കാരണം വലിയ ലാഭമൊന്നും അവർക്ക് കിട്ടില്ല. ഒരു ദിവസം ഓടിയാൽ 500 മുതൽ 1000 രൂപ വരെ സാധാരണ ഓട്ടോറിക്ഷക്കാരന് കിട്ടും. അവൻ CC എടുത്ത് ഓട്ടോ വാങ്ങിയതിന്റെ പലിശ അടക്കം അടച്ചുകൊണ്ടിരിക്കണം. പെട്രോളും ഡീസലും ഒക്കെ ചെലവുണ്ട്. 200-300 രൂപ മാത്രം മിച്ചം കിട്ടുന്ന ആളുകൾ ധാരാളമുണ്ട്. അവർ കുടുംബം നയിക്കാൻ വേണ്ടി പോകുന്നതാണ്. ആർക്കെങ്കിലും അത്യാവശ്യം കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ നൈറ്റിൽ ഓടണം. അതായത് കുടുംബജീവിതം തന്നെ മാറ്റിവെച്ചിട്ട് ഓടണം. എന്നാൽ പോലും കാര്യമായ തുകയൊന്നും ഓട്ടോറിക്ഷക്കാർക്ക് കിട്ടില്ല. അതായത് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഓട്ടോറിക്ഷക്കാര്. മാത്രമല്ല, നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ സഹായവുമായി ആദ്യം ഓടിയെത്തുന്ന ഓട്ടോറിക്ഷക്കാരാണ്. കാരണം അവരായിരിക്കും തെരുവിലുള്ളത്. അപ്പോൾ അവർ ഓടിയെത്തും. അതിനവർ ഒരു ലാഭവും നോക്കില്ല. അങ്ങനെ ഈ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നൊരു വിഭാഗമാണ് ഓട്ടോറിക്ഷക്കാർ. പക്ഷേ നിർഭാഗ്യവശാൽ അവർ വെറുക്കപ്പെട്ടവരായി അറിയപ്പെടുന്നു. അവർ പിടിച്ചുപറിക്കാരാണ്. അവർ കാശ് കൂടുതൽ മേടിക്കുന്നു. അവർ മോശമായി വണ്ടി ഓടിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അവർക്കെതിരെയുള്ളത്. ഞാൻ അതിനൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ഓട്ടോറിക്ഷക്കാരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ചെറിയ തുകയ്ക്കാണ് അവർ ഈ സമൂഹത്തിൽ കുടുംബം നടത്താൻ വേണ്ടി ചെയ്യുന്നത്. ആളുകളുടെ ഈഗോ മുഴുവൻ ഇവരുടെ പുറത്ത് തീർക്കും. ആ പ്രതിസന്ധിയിലാണ് ഇതാ ഇങ്ങനെ ഒരു പ്രതിസന്ധി കൂടി. 22 രൂപ കിലോമീറ്റർ ഈടാക്കാം, പക്ഷേ മീറ്റർ 15 രൂപയെ ഓടൂ. ആളുകളോട് കൂടുതൽ പണം ചോദിച്ചാൽ തെറി വിളിക്കുന്ന ആളുകൾ കുറ്റം പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ട ഗണേശ, ആദ്യം ഇതൊക്കെ ഒന്ന് ശരിയാക്കുക. നിങ്ങൾ ഓട്ടോറിക്ഷക്കാർ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം കൊടുക്കേണ്ടെന്ന് പറയുമ്പോൾ മീറ്റർ ഇട്ടാൽ സംഭവിക്കുന്ന ദുരന്തം പരിഹരിക്കാനുള്ള ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം. അവർക്ക് അർഹതപ്പെട്ട കൂലി അവർക്ക് കിട്ടണം. അതിൽ കൂടുതലൊന്നും വേണ്ട. അതനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പിനെ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അത് ചെയ്തു കൊടുക്കൂ. മോട്ടോർ വാഹന വകുപ്പ് വഴിനീളം നടന്ന് പാവപ്പെട്ടവരെ പിഴിയുന്നുണ്ടല്ലോ. ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരുടെ കാര്യം നോക്കൂ. തിരൂരിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നത് കൂടി കേൾക്കുക. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി സോഷ്യൽ മീഡിയയിൽ
ഓട്ടോറിക്ഷക്കാർ മീറ്റർ ഇടുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കോലാഹലങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഗവൺമെൻറ് നിശ്ചയിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഗവൺമെൻറ് നിശ്ചയിച്ചതായ 1.5 കിലോമീറ്ററിൽ 30 രൂപയും പിന്നെ അടുത്തുള്ള ഓരോ കിലോമീറ്ററിന് 22.50 സെറ്റ് ചെയ്ത് തരേണ്ട ബാധ്യത, ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനാണ്. ട്രാൻസ്പോർട്ട് മന്ത്രിക്കാണ്, ലീഗൽ മെട്രോളജിക്കാണ്, MVD, ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഞങ്ങളങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് തന്നതിന് ശേഷം ഞങ്ങൾ തെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങളെ പേരിൽ നടപടി എടുക്കാമായിരുന്നു. ഇത് ന്യായമല്ല. ഓട്ടോറിക്ഷക്കാരുടെ പേരിൽ അതിക്രമിച്ച് ഓരോ കാര്യങ്ങൾ നിയമം കൊണ്ടുവരാൻ നിൽക്കുകയാണ്. ഇത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഗവൺമെൻറ് നിശ്ചയിച്ചതാണ്. മിനിമം ചാർജ് 30 രൂപയും അടുത്ത ഓരോ കിലോമീറ്ററിലും 22.50 ഇതിൽ സെറ്റ് ചെയ്ത് തരണം. ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഏത് ഭാഗത്തേക്കും വണ്ടി പോയിട്ട് മീറ്റർ ഇട്ട് ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. ഇത് മീറ്റർ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? പകുതിയെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി പൈസ ഞങ്ങൾക്ക് ആരാ തരിക? അപ്പം ഓട്ടോറിക്ഷക്കാർക്കും ഭാര്യയും മക്കളും കുടുംബമൊക്കെ ഉണ്ട്. അവരോരോ മക്കളും സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കേണ്ട, അവരുടെ ജീവിതം കഴിയണ്ടേ? വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ 250 രൂപ വാടക കൊടുക്കണം, ഇതിന് ഇന്ധനം ഡീസലടിക്കണം, 250-300 രൂപയ്ക്ക് ഡീസലടിക്കണം. തൊഴിലാളിക്ക് ഒരു ദിവസത്തെ കൂലി ഒരു 500-600 റുപ്യ കിട്ടണം. മുമ്പത്തെ മാതിരി ഒന്നും ഓട്ടമില്ലപ്പം, ഓട്ടം വളരെ കമ്മിയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർ മീറ്റർ ഇടുന്നില്ല, പ്രവർത്തിക്കണില്ല എന്ന് പറഞ്ഞിട്ടിപ്പോൾ തിരൂരിൽ തന്നെ 4 വണ്ടിക്ക് പെറ്റി കേസ് ഇട്ട് കൊടുത്തവർ 250 രൂപ വെച്ചിട്ട് ഒരു ഫൈൻ അടക്കം ചെയ്തിന്. ഇത് ന്യായമല്ല. ഇത് സെറ്റ് ചെയ്ത് തരേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനാണ്. ജനങ്ങൾ വിഡ്ഢികളല്ല, ജനങ്ങൾക്ക് അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ജനങ്ങളുടെ ഇടയിലാണ് ഇത് എത്തുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ അറിഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഓട്ടോറിക്ഷക്കാരുടെ പേരിൽ നടപടിയെടുക്കാന്ന് പറഞ്ഞാൽ, നിങ്ങൾ തെറ്റ് ചെയ്ത് തന്നതിന് ശേഷം ഓട്ടോറിക്ഷ തൊഴിലാളികൾ തെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ നടപടി എടുക്കാമായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി, താങ്കൾ വളരെ ചെറുപ്പക്കാരനും അറിവും പക്വതയുള്ള ആളാണ്. താങ്കൾ അതിന് ഒരു അനുയോജ്യമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് താങ്കൾ അത് സെറ്റ് ചെയ്ത് തരാൻ വിനീതമായി അപേക്ഷിക്കുന്നു.